ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ കഥ ഒരു തീവണ്ടി കഥയാണേ. ചുക്കു 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 തീവണ്ടി, കൂകിപ്പായും തീവണ്ടി. എല്ലാവർക്കും ഓർമ്മയില്ലേ ഇത്? ഇവിടെ നിന്നായിരിക്കും കേട്ടോ നമ്മുടെ മിക്ക ആളുകളുടെയും തീവണ്ടിയുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം എൻ്റെ സ്വന്തം നാടായ തൃശ്ശൂർ തന്നെയാണ്. അതുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ എനിക്ക് വളരെ കുറവായിരുന്നു. പിന്നെ ചെറുപ്പത്തിലെ എൻ്റെ ട്രെയിനുമായിട്ടുള്ള ഓർമ്മ എന്ന് പറയുന്നത്, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. അപ്പോൾ മിക്കപ്പോഴും നമ്മൾ അവിടേക്ക് പോകുമ്പോൾ ഈ റെയിൽവേ ഗേറ്റിൻ്റെ ക്ലോസ് നമുക്ക് കിട്ടും. അപ്പോൾ അന്ന് നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോകുന്ന അത്രയും നീട്ടവും ഒരുപാട് ശബ്ദവും ഇത്രയും സ്പീഡിൽ കൂടെ പോകുന്ന ആ വണ്ടി എത്ര പ്രാവശ്യം നമ്മൾ കണ്ടാലും ആദ്യമായിട്ട് കാണുന്ന കുട്ടിയുടെ അതേ മനോഭാവത്തോടെ ഞാൻ വളരെ കൗതുകത്തോടെ നോക്കി നിന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. പിന്നീട് ഒരു കാലത്ത് ട്രെയിൻ എന്ന് പറയുന്നത് എൻ്റെ പേടി സ്വപ്നമായിരുന്നു കേട്ടോ. ട്രെയിനിൽ വെച്ച് മൃഗീയമായി കൊല്ലപ്പെട്ട സൗമ്യയുടെ ജീവിതം തന്നെയായിരുന്നു അതിന് കാരണം. അതുപോലുള്ള ഒരുപാട് ഗോവിന്ദചാമിമാരെ പേടിച്ച് കുറേ നാൾ ഞാൻ ട്രെയിനിൽ കയറുക എന്ന് പറയുന്നത് ഭയങ്കര പേടിയോട് സമീപിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ +1 പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത്. ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലുള്ള ഒരു ലോക്കൽ ട്രെയിനിലാണ് ഞാൻ കയറിയത്. ഞാൻ നിലമ്പൂർക്കാണ് അന്ന് പോയത്. വിൻഡോ സീറ്റിൻ്റെ അടുത്താണ് ഞാൻ ഇരുന്നത്. ഒരു അടിപൊളി ട്രെയിൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. റോഡിന് ഇരുവശങ്ങളിലുമുള്ള കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാർ, ചെറിയ ചെറിയ അമ്പലങ്ങൾ, പാറകൾ, മലകൾ, പിന്നെന്തായിരുന്നു പാടങ്ങൾ, പുഴകൾ, അങ്ങനെ പ്രകൃതിയുടെ സൗന്ദര്യം ഇതുപോലെ ഞാൻ ആസ്വദിച്ച ഒരു ട്രെയിൻ യാത്ര പിന്നീട് ഒരിക്കലും നമ്മുടെ നാട്ടിൽ വെച്ച് ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. അത്രയും നല്ലൊരു ട്രെയിൻ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഈ ട്രെയിൻ യാത്രയും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണേ. അടിപൊളിയായിട്ട് UK സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ UK പച്ചപ്പും ഹരിതാപവും വസന്തവും പൂക്കളും കൊണ്ടൊക്കെ UK സമ്പൽ സമൃദ്ധമായിട്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഈ ട്രെയിൻ യാത്ര. UK ഏറ്റവും കംഫർട്ടബിളായിട്ടും ഏറ്റവും ചീപ്പായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് മാർഗ്ഗമാണ് കേട്ടോ ഇവിടുത്തെ ട്രെയിൻ യാത്ര. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ചുമ്മാ തിരിച്ചാണ് ജീവിതം പൊളിയാണ്.